Hey guys, welcome back to my YouTube channel. Part 2 of our family trip. ഇന്ന് നമ്മുടെ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു കരാവലി ഫെസ്റ്റ് ഉണ്ട്. ആ ഫെസ്റ്റ് കാണാൻ പോവുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അതെങ്ങനെയാണെന്ന് അറിയാൻ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. നീ എക്സൈറ്റഡ് അല്ലേ? യെസ്, നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. ഗൈസ്, അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ദം ബിരിയാണിയാണ്. ദം ബിരിയാണി, പപ്പടുണ്ട്, ഇവിടെ മീൻ വറുത്തതുണ്ട്, മീൻ കറിയുണ്ട്, ഇതിലെന്താണ്, ഇതില് ചോറുണ്ട്. അതന്നെ സ്പെഷ്യൽ ചോറാണ് ഗൈസ്. അപ്പൊ ഇതൊക്കെ ഇനി കഴിക്കലാണ് ഈ അടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇങ്ങോട്ട് പോകുന്നുണ്ട് ഗൈസ്. കാലത്തിട്ട പൈനാപ്പിളാണ്. നല്ല ചൂടുള്ള ദം ബിരിയാണിയാണ്. മാമനാണ് നമുക്കിത് വിളമ്പി തരുന്നത്. ഹായ് ഗായ്സ്, അപ്പൊ നമ്മള് ഇന്നലത്തെ പോലെ തന്നെ ഇന്നും കസിൻസ് ആയിട്ട് ഒന്നുകൂടി പുറത്തേക്ക് പോവാണ്. നമ്മളെങ്ങോട്ടാ പോണ? നെക്സസ് മാളിന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ ഇനി കാറിലുള്ള കഥാപരിപാടികളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ നടുക്കിലാണ് ഇവിടെ ഇരുത്തണത്. സൈഡ് സീറ്റ് ഇവര് കയ്യേറാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ രാത്രിയുടെ മധ്യത്തിലും പുതിയൊരു അതിഥിയുണ്ട്. അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഫോറും മോളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ പോണേന്റെ ഇടയിൽ നമ്മുടെ ചൊപ്പ ലേശം ലേറ്റ് ആക്കി നമ്മള് കൊറേ നേരം പോസ്റ്റ് ആയി അല്ലേ? കണ്ണട കുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അവിടുത്തെ തരുന്നാണ് പറയണത്. മൗനം സമ്മതമാണ് കൈ. അവര് കളിയാന്ന് പറഞ്ഞു, പക്ഷെ എന്താ ചെയ്യാ. നമ്മള് സ്മാഷ് ഗെയിം ഓണിലൊക്കെ കളിച്ച് നമ്മൾ രണ്ടുപേരും ജയിച്ചു. പിന്നെ ഇവിടെ കുറെ ഡൈനോസേഴ്സിനെ വെടിവെച്ച് കൊന്നു. സംഭവങ്ങളാണ് അവിടെ. മറ്റേ സ്നോ ഹൗസ് പോലത്തെ എന്തോ. ഇവിടെ വേറൊരു ഗെയിമിന്റെ നമ്മള് എല്ലാം വഴി വേറെ കണ്ടു. ഫുഡ് കോർട്ടാണ്. നമ്മൾ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിത് ഇറങ്ങാണ്. വീട്ടിൽ പോയിട്ട് നമ്മൾ കരാവലി ഉത്സവം. അതില് എനിക്കൊരു ഏറ്റവും വലിയ കാര്യം ചെയ്യാനുള്ളത് എന്റെ ഒരു നമ്മളിവിടെ ഇറങ്ങുന്നതാണ്. കരാവലി ഫെസ്റ്റിൽ എനിക്ക് എന്റെ ഒരു പേടിയെ ഞാൻ നേരിടണം. അതിന്റെ പേടിയാണ് ഹൈറ്റ്. ഹൈറ്റിനെ നേരിടാനായിട്ട് ഞാൻ ഒരിക്കലും എനിക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ട്രോമയായി അങ്ങനെ വിചാരിക്കരുത്. ഞാനത് സർപ്രൈസ് ആയിട്ടാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും സർപ്രൈസ് പൊളിഞ്ഞു. ചെയിൻ വീൽ കയറില്ല എന്നുള്ളതാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഗൈസ്. അപ്പൊ നമ്മൾ വീട്ടിൽ പോവാണ്. അതെ, നമ്മള് വീട്ടിൽ പോവാണ്. എന്നിട്ട് വേണം എനിക്ക് ഡ്രസ്സ് മാറിയിട്ട് വേണം ഇനി അടുത്ത പരിപാടിക്ക് വേണ്ടി പോവാനായിട്ട്. നമ്മള് നമ്മുടെ ഫെസ്റ്റ് കാണാൻ പോവാണ്.
ഹായ്. അപ്പൊ നമ്മള് കരാവലി ഫെസ്റ്റിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. സോ നമ്മുടെ നാട്ടിലെ പോലെ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു വലിയ കൊട്ടാരം നമ്മൾ കേറുകയാണ് guys. ഇതില് നിൽക്കാനായിട്ടൊന്നുമില്ല ഗൈസ്. ആരും ജൈന്റ് വീലിൽ കേറുന്നില്ല, അപ്പൊ നമ്മളും കേറുന്നില്ല. ഇതില് കയറാം, ഇതിലും കയറാം, അതിലും കയറാം. ഗൈസ്, ഇതുകൊണ്ടാണ് ഞാൻ ജൈന്റ് വീലിൽ കയറാത്തത്. അർജുൻ സൂക്ഷിച്ചിരുന്നോളാം, വിമാനാണ്. അപ്പൊ പോവാല്ലേ? ഓക്കെ. ഇടത്തിരി സ്റ്റോപ്പിലിട്ടാ ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. അയ്യോ അയ്യോ എടാ ഭ്രാന്തൻ. ഗൈസ്, അങ്ങനെ നമ്മൾ കപ്പ പോലത്തെ സാധനത്തിൽ കയറിയിട്ടാണ്. എനിക്ക് നല്ല ഇഷ്ടായി. ഇല്ല എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഒന്നിലും കയറില്ല. അവനൊന്നിലും കയറി. അയ്യോ. അപ്പൊ നമുക്ക് ഈ കളി കളിച്ചിട്ട് നമുക്ക് ഒരു പുറഞ്ചെറിയണ സംഭവം കിട്ടി. ഹോൾഡർ കിട്ടി, പിന്നെ ഒരു പൗച്ച് കിട്ടി. ഒരു കന്നഡ നാടകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗായ്സ്, എന്റെ അമ്മ. അപ്പൊ നമുക്ക് നടന്ന് ടെൻഷൻ വയ്യാണ്ടായി. അമ്മയും എന്റെ ഒപ്പം മറ്റേ കപ്പില് കയറാനായിട്ട് ഉണ്ടായിരുന്നു. ഗായ്സ്, അച്ഛൻ ഞങ്ങളുടെ അടുത്ത് കയറണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കയറി. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ചേച്ചിയുടെ കുട്ടി ഗായ്സ്, 3 അങ്ങനെ കരാവലി ഫെസ്റ്റും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് നാളത്തെ രാവിലത്തെ ട്രെയിനിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകും. സുന്ദരി ഫാമിലി ഇവിടെ തന്നെ നിൽക്കും. ഗൈസ്, അപ്പൊ നമ്മുടെ ട്രിപ്പൊക്കെ കഴിയാറായി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കഴിയാറായി. അപ്പൊ നമ്മളിപ്പോ ഡിന്നർ കഴിക്കാൻ പോവാണ്. ബിരിയാണി എന്ത് ഭംഗിയാണ്. 2 കുട്ടികളുടെ അമ്മയാണ്. മാമുണ്ട്, ഇതാണ് ഹസ്ബൻഡ്. ഹായ്. അപ്പൊ ഇന്ന് നമ്മള് ഇറങ്ങാണ്. അപ്പൊ നമ്മുടെ മാമൻ. അപ്പൊ മാമന്റെ ഇറങ്ങാൻ നിൽക്കാണ്. ഇനി കടയിലാണ് നമ്മൾ കാണുള്ളൂ. അപ്പൊ രാവിലത്തെ 11 മണിത്തെ ട്രെയിനാണ്. അമ്മയൊക്കെ ഇവിടെ കുറിച്ച് നല്ല കുട്ടിയായിട്ടിരിക്കുന്നുണ്ട്. ഞങ്ങളപ്പോ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പൊ നമ്മൾ
പോവാണ്. അപ്പൊ ഞങ്ങള് പോട്ടെ. ടാറ്റ. സച്ചോപ്പ പോവാട്ടോ. ബൈ. അപ്പൊ ഗൈസ് പോവുകയാണ്. ഗൈസ് ടാറ്റാ. നമ്മള് നമ്മുടെ മാമന്റെ കടയിലാണ്, ഓട്ടോമൊബൈൽസിന്റെ കടയിൽ. മാമ അപ്പൊ ശരി. ടാറ്റാ. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. 3 ദിവസം വളരെ പെട്ടെന്നാണ് കഴിച്ചു പോയത്. ടാറ്റാ. മൂന്നാമത്തെ